സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പേരിൽ വ്യാജവാർത്ത നൽകിയ മലയാളം ന്യൂസ് 24/7 ചാനലിനെതിരെ ഡിജിപിക്ക് പരാതി നൽകി. കൂടാതെ ഡിജിറ്റൽ പബ്ലിഷർ കണ്ടന്റ് ഗ്രീവൻസ് കൌൺസിലിനും ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഡിജിറ്റൽ അസോസിയേഷനും പരാതി നൽകിയിട്ടുണ്ട്. സമസ്ത അധ്യക്ഷന്റെ പേരിൽ പുറത്തുവന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുമുള്ള ശ്രമമാണിതെന്നും പരാതിയിൽ പറയുന്നു. മുസ്ലിം ലീഗിലെ മന്ത്രിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ജിഫ്രി തങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ചുവെന്നും മന്ത്രിമാരിൽ സുന്നികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിയിട്ടില്ലെന്നുമുള്ള രീതിയിലാണ് ചാനൽ വാർത്ത നൽകിയത്. സമുദായത്തിനകത്ത് ഭിന്നത സൃഷ്ടിക്കാനും പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വാർത്ത പ്രചരിപ്പിച്ചത്. വിഷയത്തിന്റെ ഗൌരവം പരിഗണിച്ച മാനേജ്മെന്റിനും എഡിറ്റോറിയൽ ബോർഡിനുമെതിരെ നിയമനടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.